അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം എന്ത് എന്നതിന് നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത്. 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചതാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണമായത് എന്ന് സൂചന. എഞ്ചിനുകൾ തകരാറിലായതാണ് അപകടത്തിനിടയാക്കിയതെന്ന് എയർ ഇന്ത്യ നടത്തിയ ഫ്ലൈറ്റ് സിമുലേറ്റർ പഠനത്തിൽ കണ്ടെത്തിയെന്നാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തുന്ന ഔദ്യോഗിക അന്വേഷണത്തിന് പുറമെയാണ് ഫ്ലൈറ്റ് സിമുലേറ്റർ പരീക്ഷണം നടത്തിയത്. ഫ്ലൈറ്റ് സിമുലേറ്ററിൽ എയർ ഇന്ത്യ പൈലറ്റുമാരെ ഉപയോഗിച്ച ലാൻഡിംഗ് ഗിയർ, ചിറകുകളുടെ ഫ്ലാപ്പുകൾ എന്നിവയുടെ പ്രവർത്തനം പുനരാവിഷ്കരിച്ചായിരുന്നു പരീക്ഷണം. സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കാനാണ് ഇത്തരം പരീക്ഷണങ്ങളെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമായി എന്ന് പഠനത്തിൽ കണ്ടെങ്കിലും ഇത് എന്തുകൊണ്ടാണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഒരു എഞ്ചിൻ മാത്രം പ്രവർത്തിച്ചാലും ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതേസമയം അപകട കാരണം കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ബ്ലാക്ക് ബോക്സുകളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചേക്കുമെന്നാണ് കരുതുന്നത്. ലഭിച്ച ഡാറ്റകൾ വിശകലനം നടത്തി വരികയാണ്. അപകടത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്ന സംശയവും ചിലർ ഉന്നയിച്ചിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് അഹമ്മദാബാദിലുണ്ടായത്. 294 വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടമായത്. ഇതിൽ വിമാനയാത്രികരും മെഡിക്കൽ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടുന്നുണ്ട്. പത്തനംതിട്ട സ്വദേശിനിയായ രഞ്ജിതയും അപകടത്തിൽ മരിച്ചിരുന്നു. അതേസമയം അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ മരിച്ച അവസാന യാത്രക്കാരന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞിരുന്നു. ഗുജറാത്തിലെ ഫുജ് സ്വദേശി അനിൽ കിമാനിയുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത്. ഇതോടെ വിമാനത്തിലുണ്ടായിരുന്ന 241 യാത്രക്കാരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. അപകടമുണ്ടായ സ്ഥലത്തു നിന്നും കണ്ടെത്തിയ എല്ലാ ശരീരാവശിഷ്ടങ്ങളും DNA മാച്ചിങ്ങും ഫേഷ്യൽ റെക്കഗ്നിഷനും ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞതായി ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മൃതദേഹം തിരിച്ചറിയാത്ത പശ്ചാത്തലത്തിൽ അനിലിന്റെ പ്രതീകാത്മക ശവസംസ്കാരം ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതേസമയം ജൂൺ 12-ന് ദുരന്തമുണ്ടായി. ഇത്ര ദിവസം പിന്നിട്ടിട്ടും മൃതദേഹം തിരിച്ചറിയാത്ത സാഹചര്യത്തിലാണ് കുടുംബം പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയത്. മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇതുവരെ 253 മൃതദേഹങ്ങളാണ് DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞത്. 6 പേരെ ഫേഷ്യൽ റെക്കഗ്നിഷൻ വഴിയും തിരിച്ചറിഞ്ഞു. ജൂൺ 12-നാണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തകർന്നു വീണത്. വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ ഒഴികെ മുഴുവൻ പേരും മരിച്ചിരുന്നു. BJ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളുടെ മെസ്സിലും PG വിദ്യാർത്ഥികൾ ഉൾപ്പെടെ താമസിക്കുന്ന ഹോസ്റ്റലിലുമായിരുന്നു വിമാനം തകർന്നു വീണത്. മെസ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളടക്കം അപകടത്തിൽ മരിച്ചിരുന്നു. അപകടം നടന്ന സ്ഥലത്ത് നിന്നും 318 ശരീരഭാഗങ്ങളാണ് കണ്ടെടുത്തത്. അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ അഹമ്മദാബാദ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് ശേഖരിച്ചതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനഞ്ജയ് ദ്വിവേദി പറഞ്ഞു. ഗാന്ധിനഗറിലുള്ള ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലും നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിലുമാണ് DNA പരിശോധന നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.